അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വീക്ഷകരെ, പുതിയൊരു ചരിത്രഭൂമിയിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ ഖുർആൻ പുണ്യനബിയുടെ വചനങ്ങളിൽ പേരുകേട്ട പുണ്യഭൂമികയാണ് മിസ്ർ. ഒരുപാട് ചരിത്രത്തിന്റെ താളുകൾ കെട്ടിക്കിടക്കുന്ന ഉറങ്ങുന്ന പരിശുദ്ധമായ മണ്ണാണ് മിസ്ർ. ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ചും വളർന്നും പോയ നാട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം ജനിച്ചു വളർന്ന മണ്ണാണ് മിസ്ർ. യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം നടത്തിയ മണ്ണാണ് മിസ്ർ. മഹദിയായ ബീബി ഹാജറ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മാരിയത്തുൽ ഖുദ്സിയ റളിയല്ലാഹു അൻഹയും ഒക്കെ ജീവിച്ച നാടാണ് പരിശുദ്ധമായ മിസ്ർ. ഈ മിസ്റിന്റെ പുണ്യ ചരിത്രഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ചരിത്രം നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമിന ഷാഫിഈ തങ്ങളെ കുറിച്ചാണ്. വിശദമായ ചരിത്രത്തിലേക്ക് ഈ വീഡിയോ നിങ്ങൾ പരിപൂർണമായും കാണുക. പ്രിയപ്പെട്ട വീക്ഷകരെ, നാം ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമിന ഷാഫിഈ തങ്ങളുടെ പരിശുദ്ധമായ മഖാമാണ്. പഴയ കൈറോയിലെ സയ്യിദ് ആയിഷ പട്ടണത്തിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന പള്ളിയും പരിശുദ്ധമായ മഖാമുമാണ്. ഓട്ടോറിക്ഷയിൽ കയറിയ 10 രൂപ കൊടുത്താൽ ചെന്നെത്തുന്ന പവിത്രമായ സ്ഥലമാണ് മഹാനായ ഇമാം. ലോകത്തെ ക്രോഡീകരിക്കപ്പെട്ട 4 മദ്ഹബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്ഹബാണ് സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്ന്. ഈ ഷാഫിഈ മദ്ഹബിന്റെ സ്ഥാപകനാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതിന്റെ ഷാഫിഈ ഇമാം ജനിക്കുന്നത് എന്ന പേര് കേട്ട പഴയ ഷാമിന്റെ ഭാഗമായിരുന്ന ഗസയിലെ ഹിജ്റ 150 റജബ് മാസത്തിലാണ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ജനിക്കുന്നത്. യതീമായി വളർന്ന കുഞ്ഞ് ഉമ്മയുടെ മടിത്തട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ വളർന്നു. ഏകദേശം 2 വയസ്സാകുമ്പോൾ തന്നെ ഉമ്മ കൈപിടിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമായി അറബി ഭാഷയിൽ പാണ്ഡിത്യമുണ്ടാക്കാൻ വേണ്ടി മക്കയിലെ ഹുദൈൽ ഗോത്രത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പഴയ ഷായിറും ബൈത്തുകളും ഒരുപാട് അറബി വാക്യങ്ങളും ഹുദൈൽ ഗോത്രത്തിൽ നിന്നും വളരെ കൃത്യമായി ഭാഷാ പാണ്ഡിത്യം മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ നേടി. അങ്ങനെ ഏകദേശം 7 വയസ്സാകുമ്പോൾ മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഖുർആൻ പരിപൂർണമായും മനഃപ്പാഠമാക്കി. ഇത് ഇമാം ഷാഫിഈ തങ്ങളുടെ ബുദ്ധികൂർമ്മതയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. മക്കയിലെ പേരുകേട്ട ഒരുപാട് പണ്ഡിതരിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കി പിന്നീടുള്ള ഈ യാത്ര മദീനയിലേക്കായിരുന്നു. ഹദീസ് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഒരുപാട് ഹദീസുകൾ സ്വായത്തമാക്കി പിന്നീട് ലോകത്തേക്കുള്ള സഞ്ചാരങ്ങൾ തുടർന്നു. പിന്നീട് ബഗ്ദാദിലേക്കും അതുപോലെ തന്നെ കൂഫയിലേക്കുമുള്ള യാത്രയിലേക്ക് ഇൽമ കരസ്ഥമാക്കുന്ന മേഖലയിൽ മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഒരുപാട് യാത്രകൾ സഞ്ചരിച്ചു. ഒരുപാട് വലിയ ഷായിറും വലിയ കവിയുമായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇബ്നു ഖൽദൂൻ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഉസൂലുൽ ഫിഖ്ഹിലെ ആദ്യത്തെ കിതാബ് അൽ-റിസാല രചിച്ചത് മഹാനായ ഇമാം ഷാഫിഈ തങ്ങളായിരുന്നു. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ അവസാന കാലഘട്ടമാകുമ്പോൾ ഏകദേശം ഹിജ്റ 199 ക്രിസ്താബ്ദം 815 മിസ്റിലേക്ക് പ്രവേശിക്കുകയാണ്. മഅ്മൂൻ ചക്രവർത്തിയുടെ വസിയത്ത് പ്രകാരം മിസ്റിലേക്ക് കടന്നു വന്ന മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഫാത്തിഹ് മിസ്ർ എന്നറിയപ്പെടുന്ന മിസ്റിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എത്തിച്ച മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആദ്യമായി നിർമ്മിച്ച പള്ളി ജാമിഅ അംർ ഇബ്നു ആസിൽ വെച്ച് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ അവിടുന്ന് ഇൽമ് ദാനം ചെയ്യാൻ തുടങ്ങി. മിസ്റിലെ ആളുകൾക്കും ലോകത്തു നിന്ന് വരുന്ന പല ആളുകൾക്കും ജാമിഅ അംർ ഇബ്നു ആസിൽ വെച്ച് ഇൽമിന്റെ പാഠശാല മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ തുറന്നു കൊടുത്തു. അങ്ങനെ ഒരുപാട് ആലിമ്യങ്ങളിൽ നിന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഇൽമ കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങളുടെ മശായിഖുമാരുടെ ഏറ്റവും പ്രമുഖർ മക്കയിൽ നിന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ സുഫിയാൻ ഇബ്നു ഉവൈന റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുസ്ലിം ഇബ്നു ഖാലിദ് ഇബ്നു ഫർവത്തു സൻജി, അതുപോലെ തന്നെ മുഖാത്തിബ് ഇബ്നു സുലൈമാൻ, അതുപോലെ തന്നെ അവരുടെ അമ്മായിരുന്ന മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഷാഫിഈ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കി. മദീനയിലേക്ക് കടന്നുപോയ മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ നിന്ന് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അതുപോലെ തന്നെ ഇബ്രാഹിം ബിൻ സഅദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്നു
അബി യഹ്യൽ അസ്ലമി, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സഈദ് ബിൻ അബി ഫുദൈഖ്, അബ്ദുല്ലാഹി ബിൻ നാഫി അസ്-സാഇദ് എന്ന് പറയുന്ന പ്രമുഖരിൽ നിന്ന് ഇൽമു കരസ്ഥമാക്കി. പിന്നീടുള്ള യാത്ര കൂഫയിലേക്കും അതുപോലെ തന്നെ ഇറാഖിലേക്കുമായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ഹനഫി പണ്ഡിതന്മാരിൽ നിന്ന്, അബൂ യൂസുഫ് പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമിനെ കരസ്ഥമാക്കി. പിന്നെ ലോകത്തേക്ക് ഇൽമിന്റെ തുറവിടം തുറന്നു കൊടുത്തു. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വാക്ക്. ആലിമു ഖുറൈശിൻ, ഖുറൈശി ലോകത്തെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇൽമു കൊണ്ട് ലോകം മുറക്കുമെന്നാണ് മഹാനായ ഇമാമിന് ഷാഫി തങ്ങളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരുപാട് കശ്ഫ് കറാമത്തുകൾ കാണിച്ച മഹാനായ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു അവസാനമായി വഫാത്താകുന്നത് ഹിജ്റ 204 അതേ റജബ് മാസത്തിൽ ഏകദേശം ക്രിസ്താബ്ദം 820 തന്റെ 54-ാം വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. നിങ്ങൾ കാണുന്ന ഈ പരിശുദ്ധമായ മസാറ, ഇതിന്റെ അരികിൽ 3 മക്ബറകൾ ഇനിയും കൂടിയുണ്ട്. ഇതിന്റെ പുറത്തുവശത്ത് മഹാനായ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പണ്ഡിതൻ മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഞങ്ങൾക്ക് കാണുന്നതാണ്. അള്ളാഹു നാളെ അവരോടുകൂടി സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.